പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം. ഇടയനാട്ടിൻകൂട്ടത്തെ എന്നതുപോലെ കർത്താവ് നമ്മെ പാലിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ എങ്ങനെയാണ് സ്വർഗം തൻ്റെ ജനത്തെ കാത്തുപാലിച്ചതെന്നുള്ളതിൻ്റെ അടയാളം കാണും നമ്മൾ. അത് സ്വന്തം മകനെ ബലിയായി കൊടുക്കാൻ പോലും മനസ്സായിട്ടാണ്. കയ്യഫാസിൻ്റെ നാവുകളിലൂടെ അത് സ്വർഗം പറയിക്കുന്നുണ്ട്. ജനം മുഴുവൻ നശിക്കാതിരിക്കാൻ അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? അത് ശരിക്കും വെറുപ്പിൽ നിന്ന് പറഞ്ഞതാണ്. പക്ഷേ കർത്താവ് സ്വർഗം, അത് പിതാവായ ദൈവം അതിങ്ങനെ നന്മയ്ക്കായി മാറ്റുന്നതായിട്ട് നമ്മൾ കാണും. ഈ ജനം മുഴുവൻ നശിച്ചു പോവാതിരിക്കാൻ വേണ്ടി തന്നെ തൻ്റെ പുത്രനെ വിട്ട് നൽകി അവൻ്റെ കുരിശുമരണത്തിലൂടെ, ആ ഒരുവൻ്റെ ബലിയർപ്പണത്തിലൂടെ ഈ ലോകം മുഴുവൻ രക്ഷിച്ചെടുത്ത പിതാവിൻ്റെ സ്നേഹത്തെ ധ്യാനിക്കണം. അറിഞ്ഞോ അറിയാതെയാണെങ്കിലും കയ്യഫ പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഈ ജനം മുഴുവൻ നശിക്കാതിരിക്കാൻ അവർക്ക് വേണ്ടി ഒരുവൻ ബലിയായി തീരുന്ന കാഴ്ച. കാരണം കർത്താവിൻ്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്നതുപോലെ കർത്താവ് നമ്മെ പാലിക്കുന്നു. ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്നതുപോലെ കർത്താവ് നമ്മെ പാലിക്കുന്നു. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ് ഇന്നത്തെ 1-ാമത്തെ വായന നമ്മൾ വായിച്ചത്. 2-3 തവണ അതിനകത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ അവരുടെ ദൈവവും അവരെൻ്റെ ജനവുമായിരിക്കും. ഞാൻ അവരുടെ ദൈവവും അവരെൻ്റെ ജനവുമായിരിക്കും. ഇത് കർത്താവിൻ്റെ ആജ്ഞയല്ല, നേരെ മറിച്ച് അവിടുത്തെ വലിയ ആഗ്രഹമായിരുന്നു. ഒരു ജനത്തെ തിരഞ്ഞെടുത്തിട്ട് അവർ തൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകരുതെന്ന്, തൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകരുതെന്ന് നിർബന്ധവും ആഗ്രഹവുമുള്ള, അത്രയ്ക്ക് സ്നേഹിക്കുന്ന, ഈ ജനത്തെ സ്നേഹിക്കുന്ന ഒരു പിതാവിൻ്റെ കരുതൽ നമ്മളിവിടെ കാണും. ഞാൻ അവരുടെ ദൈവവും അവരെൻ്റെ ജനവുമായിരിക്കും. നിങ്ങൾ വിട്ടുപോകല്ലേ. ഈ ദിവസങ്ങളിലൊക്കെ കർത്താവ് ജെറുസലേം നഗരത്തെ നോക്കിയിട്ട്, മലമുകളിൽ പോയി നിന്ന് ജെറുസലേം നഗരത്തെ ഇങ്ങനെ മൊത്തത്തിൽ നോക്കിയിട്ട്, ജെറുസലേം ജെറുസലേം, ഞാൻ എത്രമാത്രം നിന്നെ തിരികെ എടുക്കാനായിട്ട് ആഗ്രഹിച്ചു എന്നൊക്കെ പറഞ്ഞ് കരയുന്ന കാഴ്ചയൊക്കെ ഉണ്ട്. ഈ ജനത്തെ വിട്ടുകളയാനായിട്ട് മനസ്സില്ലെന്ന്, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനത്തെ വിട്ടുകളയാനായിട്ടോ നശിപ്പിക്കാനായിട്ടോ കർത്താവിന് താല്പര്യമില്ല. എന്നിട്ടും അവർ അതിനു വേണ്ടിയിട്ട് അവരുടെ മധ്യത്തിലൊരു ആലയം സ്ഥാപിച്ചു എന്നൊക്കെ കർത്താവ് പറയുന്നുണ്ട്. ഞാൻ എന്നേക്കുമായി അവരുടെ മധ്യേ എൻ്റെ ആലയം ഞാൻ എന്നേക്കുമായി സ്ഥാപിക്കും, എൻ്റെ വാസസ്ഥലം അവരുടെ മധ്യേ ആയിരിക്കും. ഇത് നമ്മൾ നേരത്തെ തന്നെ കാണുന്നുണ്ട്. പുറപ്പാടിൻ്റെ സമയത്തൊക്കെ മോശ ഒരു സമാഗമ കൂടാരം ഉണ്ടാക്കുന്നതും ആ സമാഗമ കൂടാരത്തിൽ ദൈവമഹത്വം നിറഞ്ഞു നിൽക്കുന്നതൊക്കെ നമ്മൾ കാണും. ആർക്കൊക്കെ എപ്പോഴൊക്കെ ദൈവത്തിൻ്റെ ഹിതം അറിയാൻ ആഗ്രഹിച്ചിരുന്നുവോ ആ സമയത്ത് അവരെല്ലാവരും ഇങ്ങനെ ആ സമാഗമ കൂടാരത്തിനകത്തേക്ക് പോകുമായിരുന്നു എന്ന് പറയണേ. മോശയുമായി ദൈവം സ്നേഹിതനെ കണക്ക് മുഖാഭിമുഖം സംസാരിച്ചിരുന്ന ഇടമാണ് ഈ ആദ്യത്തെ പള്ളിയായ സമാഗമ കൂടാരം. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് ഈ ആലയം സ്ഥാപിക്കുമെന്ന് പറയണേ. അവരുടെ മധ്യേ എൻ്റെ ആലയം ഞാൻ എന്നേക്കുമായി സ്ഥാപിക്കും, എൻ്റെ വാസസ്ഥലം അവരുടെ മധ്യേ ആയിരിക്കും, ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും. കർത്താവ് തൻ്റെ ജനത്തെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് നമ്മുടെ ഇടയിലുള്ള ദൈവാലയങ്ങളൊക്കെ ഒന്നൊന്നും തിരിച്ചറിയണം. ദൈവജനത്തെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ സാധാരണ ജീവിതത്തിൽ നിന്ന്, അവരുടെ വഴിവിട്ടു പോകുന്ന ജീവിതത്തിൽ നിന്ന്, അവരുടെ തെറ്റായ വഴികളിൽ നിന്ന് അവരെ തിരികെ എടുക്കാനായിട്ട് കർത്താവ് ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു സ്ഥലം. അത് നിസ്സാരമായിട്ട് കരുതരുത്. കാരണം കർത്താവിൻ്റെ ഈശോ ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാവുന്നൊരു ഓർമ്മപ്പെടുത്തലുണ്ടല്ലോ, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഇടയനാട്ടിൻകൂട്ടത്തെ എന്നതുപോലെ കർത്താവ് നമ്മെ പാലിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇടയൻ നല്ലിടയനെ കുറിച്ച് കർത്താവ് പറയും, നല്ലിടയനാണെങ്കിൽ ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ്. സ്വന്തമായിട്ടുള്ള ആടുകളെ, സ്വന്തം ജനത്തെ പാപങ്ങളിൽ നിന്ന്, തിന്മകളുടെ ശക്തിയിൽ നിന്ന്, നരകത്തിൻ്റെ പിടിയിൽ നിന്ന് ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവൻ അങ്ങേയറ്റം വരെ പോകുന്നുണ്ട്. മരണം കൊണ്ട് പോലും, ഇങ്ങനെ സ്വന്തം ജീവൻ കൊടുത്തുകൊണ്ട് പോലും അവരെ തിരികെ എടുക്കാനായിട്ട് കാത്തു നിൽക്കുന്ന കർത്താവിൻ്റെ കണ്ണീര് കാണണം. അവന് നമുക്ക് വേണ്ടിയിട്ടുള്ള കരച്ചിൽ കാണണം. കർത്താവ് ഏറ്റെടുക്കുന്ന പാടുപീഡകളും വേദനകളും കാണണം. എല്ലാം ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്, തൻ്റെ ജനത്തെ തിരികെ എടുക്കാനായിട്ട്.
കർത്താവെ, എന്നിട്ടും അകന്ന് നടക്കുക മാത്രം ചെയ്യുന്ന ഞങ്ങളെ ഈ ഒരു നോൻപ് കാലത്തിൻ്റെ അവസാന ദിനങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ അങ്ങിലേക്ക് കൂടുതൽ ചേർന്ന് നിൽക്കാനായിട്ടുള്ള തെളിച്ചം നൽകി ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടി വേട്ടപ്പട്ടിയെ കണക്ക് എന്നെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പിന്നാലെ അലഞ്ഞു നടക്കുന്ന ആ ദൈവസ്നേഹത്തിലേക്ക് ജ്ഞാനസ്നാനം ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. തിരികെ മടങ്ങാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. കുറേ ആയില്ല ഇങ്ങനെ ധൂർത്തപുത്രനെ കണക്ക് പന്നിക്കൂടിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നതൊന്നും കിട്ടാതെ തവിടെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അതുപോലും കിട്ടാതെ ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങിയിട്ട് മ്ലേച്ഛതകളിലും പാപകരമായിട്ടുള്ള തിന്മകളിലുമൊക്കെയായിട്ട് മോശം ജീവിതാവസ്ഥകളിലുമൊക്കെയായിട്ട് എത്ര കാലം നമ്മൾ മുന്നോട്ട് പോകും? തിരികെ എടുക്കാനായിട്ട് ദൈവം ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്, നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. ഒന്ന് കൂടെ ചെന്നാൽ മാത്രം മതി, ഒന്ന് അവിടുത്തെ കരം പിടിച്ചാൽ മാത്രം മതി. ഉറപ്പായിട്ടും തിരിച്ചു വരവ് സാധ്യമാണ്. കാരണം എന്നെ തിരികെ എടുക്കാനായിട്ട് ശ്രമിക്കുന്നത് ദൈവം തന്നെയാണ്. അവിടുന്ന് നമ്മെ തിരികെ എടുക്കുക തന്നെ. പക്ഷേ ആ ഒരു ബോധ്യത്തിനായി ആഗ്രഹത്തോടു കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ ആശീർവാദത്തിനായി അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓശാന ഞായറാഴ്ചയോടെ നമ്മൾ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കും. കർത്താവെ, അതിനു മുന്നായി എന്നെ അങ്ങയുടെ ഈ വിശുദ്ധമായ ദിനങ്ങളിൽ അങ്ങയോട് ഒരുമിച്ചിരുത്താനായി എൻ്റെ തിന്മകളിൽ നിന്ന് വീണ്ടെടുക്കാൻ മനസ്സാകണമേ എന്ന്, എൻ്റെ പാപങ്ങളിൽ നിന്ന്, കുറവുകളിൽ നിന്ന്, ബലഹീനതകളിൽ നിന്ന് എന്നെ മോചിപ്പിച്ച് അങ്ങയുടെ പാടുപീടകളുടെ ഈ ആഴ്ചയിൽ അങ്ങയോടൊപ്പമായിരിക്കാനുള്ള വിശുദ്ധി നൽകി എന്നെ വീണ്ടെടുക്കാൻ മനസ്സാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സ്വസ്ഥമായി ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.